സിബിന്റെ നേരെ അല്ലെങ്കിൽ ജാസ്മിന്റെ നേരെ വന്ന വൃത്തിയില്ലാത്ത ആരോപണം, ജിൻഡോ ഉയർത്തിയ ആരോപണം, അതിൽ സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ? ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കി അതിനെ വേറെ രീതിയിലാക്കി ആ ടാർഗറ്റ് മാച്ച് കളയുന്നതിന് പകരം അവിടെ കിടന്ന് അലങ്കോലമാക്കി ബഹളം വെച്ച് വേറെ തലത്തിലേക്ക് ആ പ്രശ്നം കൊണ്ടുപോയി ടാർഗറ്റിലേക്ക് കൊണ്ടുപോയി പിന്നെ അത് ഇങ്ങനെ ഇത്രയും വഷളാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു ഇതിനകത്ത്. ഗബ്രി എന്തുകൊണ്ടാണ് ജാസ്മിനെതിരെ കളിക്കാൻ തുടങ്ങിയത്? എതിരെ കളിക്കാനല്ല, ജാസ്മിൻ പറഞ്ഞ പല കാര്യങ്ങളിലും ജാസ്മിന്റെ തെറ്റുകൾ ഗബ്രി ഇപ്പൊ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നോമിനേഷൻ പേടിച്ചിട്ടാണോ ഇന്ന് സിബിൻ പറഞ്ഞ നോമിനേഷൻ? അതോ അതായത് 4 സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഗബ്രിനെ അടുത്ത നോമിനേഷനിൽ ഇടും എന്നുള്ള പേടി കൊണ്ടോ? അതോ വീട്ടിൽ നിന്ന് വന്ന ആ ഒരു വീഡിയോ കോളിൽ ചേച്ചിയുടെ ചേട്ടന്റെ മുഖം വിഷമിച്ച് കണ്ട് ഗെയിം മാറ്റിപ്പിടിക്കാനുള്ള രീതിയിലാണോ ജാസ്മിനെ അകറ്റി നിർത്തുന്നത്? മനഃപൂർവ്വം പവർ ടീം തിരിച്ച് പവർ ടീം പിടിച്ചിരിക്കുകയാണ്. സിബിന്റെ ഒടുക്കത്തെ മാനിപ്പുലേഷൻ ഗെയിം അവിടെ നടക്കുകയാണ്. ഈ മാനിപ്പുലേഷൻ ഗെയിം എന്തേ ചെയ്യാൻ പാടില്ല? എങ്കിൽ വല്ല കുറ്റകരമാണോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെയല്ലേ കളിക്കുന്നത്. അതിനെന്തെങ്കിലും തെറ്റുണ്ടോ? അതുപോലെ തന്നെ ഇന്ന് ജാസ്മിൻ സിബിനെതിരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ സിബിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, സിബിൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ജിൻഡോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, നോറ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിബിൻ ജാസ്മിനെ ഇന്ന് പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. നേരെ സിബിനും ഇന്ന് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താ നടന്നെന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നടന്നു, അതാണ് സമയമെടുത്തത്. സോറി. BB+ എന്ന് പറഞ്ഞ 40 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് വരണ്ടേ? അപ്പോ ആദ്യം തന്നെ ജാസ്മിന്റെ കാര്യം പറയാം. ജാസ്മിന് കാലിൽ പ്രശ്നമുണ്ട്, സ്ലിപ്പർ ഇടാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നു. പക്ഷെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. നമുക്ക് അവിടെ 2 ബാത്റൂമും 2 ടോയ്ലറ്റും ഉള്ളൂ. സോ നമ്മൾ ബാത്റൂമിലെങ്കിലും സ്ലിപ്പർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ കൊണ്ട് നമുക്കൊന്നും വരാൻ പോകുന്നില്ല, അല്ലേ? അപ്പൊ അത് ബേസിക് ഹൈജീനാണ്, എല്ലാവർക്കും പറയേണ്ട കാര്യമാണ്. എല്ലാവർക്കും ബിഗ് ബോസ് വീട്ടിൽ വന്ന ശേഷം ബിഗ് ബോസ് സ്ലിപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലവർ അത് യൂസ് ചെയ്യുന്നുണ്ട്, ചിലവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും അത് യൂസ് ചെയ്യേണ്ടത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജാസ്മിന്റെ കടമയും കൂടിയാണ്. അത് ജാസ്മിൻ മനസ്സിലാക്കി നിൽക്കണമായിരുന്നു. പിന്നെ അവിടെ ചെരുപ്പില്ലാണ്ട് അവിടെ മൊത്തം നടക്കുന്നത് പല ആൾക്കാരും നടക്കും. നോറ, ഗബ്രി ഒക്കെ ചെരുപ്പില്ലാതെയാണ് നടക്കുന്നത്. ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ കാലിന്റെ അടിയിൽ എന്തായാലും അഴുക്കായിരിക്കും. ആ അഴുക്കും വെച്ചിട്ട് ബാക്കിയുള്ള ഇരിക്കുന്ന സ്ഥലത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിലെ അഴുക്കൊക്കെ അതിൽ പറ്റും. അതും ഒരു ബേസിക് മാനേഴ്സ് ആണ്. ഇനി നിങ്ങൾ ചോദിക്കും ജിൻഡോയുടെ കുറ്റങ്ങൾ പറയുന്നില്ല. ഉണ്ട്, ജിൻഡോ അതിനകത്ത് ബോട്ടിലും കൊണ്ട് ബാത്റൂമിൽ പോയത് തെറ്റ് തന്നെയാണ്. ജിൻഡോ അത് അക്സെപ്റ്റ് ചെയ്തു. ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്തോ? അക്സെപ്റ്റ് ചെയ്തായിരുന്നു കുറെ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഈ കാല് പൊക്കി അതിന്റെ മുകളിൽ വെച്ചു, ഇരുന്നിട്ട് കാല് താഴ്ത്തി വെച്ചില്ല. അതൊരു ഈഗോ തന്നെയാണ്, അനാവശ്യ ഈഗോ കാരണമാണ് അത് വെക്കാത്തത്. അത് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഇപ്പൊ ജാസ്മിന്റെ കൂടെ നിൽക്കുമായിരുന്നു. കാര്യം അവിടെ ഒരു നെഗറ്റീവേ വരില്ലായിരുന്നു. ജിൻഡോ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തത് തന്നെയാണ്. ജിൻഡോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ്. അവിടെ ആരെ ടാർഗറ്റ് ചെയ്യാത്തത്? കാര്യം 19 പേരുണ്ട്, 19 സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. ആരെയും ടാർഗറ്റ് ചെയ്തിരിക്കുമോ? എല്ലാവരും നന്മമരം കളിച്ചോണ്ടിരിക്കുമോ? അതോ ഒത്തു കളിക്കാം, ഓണവില്ല് കളിക്കാന്ന് പറഞ്ഞിരിക്കുമോ? ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഒടുക്കത്തെ കണ്ടസ്റ്റൻസ് ആണ്. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ? പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യും. അത് ജിൻഡോ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയാണ്. തിരിച്ചും ജാസ്മിൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും, അല്ലെ? അപ്പൊ ഇന്ന് ജാസ്മിൻ ചെയ്യേണ്ടിരുന്നത് ഇതിനെ ഇത്രയും വഷളാക്കി ചളം കുളമാക്കി അലങ്കോലമാക്കേണ്ട ആവശ്യമില്ല. ജിൻഡോ ചെയ്ത വേറൊരു തെറ്റ്, ക്യാമറ നോക്കിയിട്ട് ജാസ്മിനെ കുറിച്ച് ചെരുപ്പിനെ കുറിച്ച് ചോദിച്ചു. പക്ഷെ കൂടുതൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ജാസ്മിന്റെ അടുത്ത് ഈ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഗബ്രി മിണ്ടാതിരിക്കുകയായിരുന്നു. കാര്യം എന്താണ്? ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ. നേരെ അത് കഴിഞ്ഞ് ക്യാമറയെ നോക്കി ജിൻഡോ ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ ഗബ്രി ഇടപെട്ടു. അപ്പോൾ ഗബ്രിക്ക് മനസ്സിലായി ജാസ്മിന്റെ ഭാഗത്താണ് തെറ്റി, ഇപ്പൊ ജിൻഡോയുടെ ഭാഗത്താണ്. അപ്പോഴാണ് ഗബ്രി ഇടപെട്ടത്. ഇപ്പൊ ഗബ്രി ഇടപെടുന്നതൊക്കെ വളരെ സൂക്ഷിച്ചാണ്. ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക്? പിന്നെ ജാസ്മിന്റെ ഭാഗത്ത് ഒരുപാട് ഹൈജീനിക് പ്രശ്നങ്ങളുണ്ട്, അവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ജാസ്മിന്റെ ഭാഗത്താണ്. ഒരുപാട് പേർക്ക് ഹൈജീൻ പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അതിൽ ഒരെണ്ണം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, എനിക്കും ഒരു അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ കറി ഉണ്ടാക്കുന്ന ഒരു പാത്രം, എല്ലാവർക്കും കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ജാസ്മിൻ ചോറ് എടുത്തിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കും, പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കില്ല. ജാസ്മിന്റെ കാലിന്റെ പ്രശ്നം എനിക്കുണ്ട്. എൻ്റെ കാലിൽ സെയിം പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് ഈസിലി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 19 പേർക്കും കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ചോറിട്ട് കഴിക്കുന്നത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ. അതൊക്കെ ഒരു ബേസിക് മാനേഴ്സിന്റെ കാര്യം. ഞാൻ ഇപ്പം എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്തിടുന്നത് ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ എനിക്ക് അപ്പോഴേ ഇതൊക്കെ പറയായിരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ, കാര്യം ഞാൻ വേണ്ട, എന്തിനു വെറുതെ. പക്ഷെ ഇപ്പൊ എനിക്ക് പറയണം, ഞാൻ അത് കണ്ടപ്പോൾ എനിക്കത് അങ്ങോട്ട്
അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ വീട്ടുകാരുടെ മുഖവും മുഖഭാവത്തു നിന്ന് എനിക്ക് മനസ്സിലായി അവർക്കും അത് ഇഷ്ടമല്ല. കാര്യം ഈ കുട്ടി ഡൈനിങ് ടേബിളിൽ വന്ന് കാലും പൊക്കി വെച്ചിരുന്നിട്ട് ഈ ഒരു ചട്ടിയിൽ ഈ ചോറെടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പൊ അവരുടെ മുഖത്തുനിന്നും എനിക്ക് മനസ്സിലായി അവർക്കും ഇഷ്ടപ്പെടില്ല. കാര്യം അവർ കറിയെടുത്ത പാത്രമാണത്. അപ്പൊ ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർ പറയത്തില്ല, പക്ഷെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു വീട്ടുകാർക്ക്. പക്ഷെ ഇതൊക്കെ നമ്മൾ കുറച്ച് കണ്ടറിഞ്ഞ് നിൽക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ ജാസ്മിൻ കുറച്ച് പുറകോട്ടാണ്. അത് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പം എനിക്കറിയില്ല അതെന്താന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ ജാസ്മിൻ മനസ്സിലാക്കി നിന്നാൽ നല്ലത്. ജിൻഡോയുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ക്യാമറ നോക്കി പറഞ്ഞ തെറ്റ്, ബോട്ടിലകത്ത് കൊണ്ടുപോയ തെറ്റ്. പക്ഷെ കൂടുതലും ഇന്ന് എനിക്ക് ജാസ്മിൻ്റെ ഭാഗത്താണ് ഫോൾട്ടായിട്ട് തോന്നിയത്. ഇനി അടുത്തത് ഗബ്രി ചാടിക്കേറി വരാത്തത് നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടായിരുന്നില്ലേ? അത് അങ്ങനെ തന്നെയാണ്. ഗബ്രി ചാടിക്കേറി വരത്തില്ല. ഇനി ചാടിക്കേറി വരത്തില്ല. ഗബ്രിയുടെ ചാടിക്കേറി വരലൊക്കെ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ന് സിബിൻ പറഞ്ഞൊരു കാര്യം, വീട്ടിൽ നിന്ന് വന്ന വീഡിയോ കോളിൽ ചേച്ചി ചേട്ടൻ്റെ മുഖം അത് ഗബ്രി മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്, ലിമിറ്റ് വെക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം ഒരു 3-4 ദിവസം ഗബ്രിയും ജാസ്മിനും അധികം രാത്രിയിൽ അടുത്തിരുന്നിട്ടില്ല. അപ്പം അറിയാം കാര്യങ്ങൾ, ഇതൊക്കെയാണ് നെഗറ്റീവായിട്ട് പോകുന്നത്. അപ്പം അറിയാമെല്ലാം. അത് കഴിഞ്ഞിട്ട് സിബിൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഈ ജാസ്മിനെ പല കാര്യങ്ങളിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, മനഃപൂർവ്വം സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുപോലെ. അതുപോലെ ജാസ്മിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് ഗബ്രി പോയിട്ട് ജാസ്മിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാര്യം വേറെ ആരുമില്ല. ഗബ്രി ഇന്ന് വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് പോയി എല്ലാവരുടെ അടുത്തും മിണ്ടുന്നതെന്ന്. ഗബ്രി ആരോടും മിണ്ടായിട്ടില്ല. അറിയാലോ നിങ്ങൾക്ക്, 1.5 മാസമായിട്ട് എനിക്ക് ഗബ്രി ആരോട് സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. വളരെ റെയറാണ്. ടാസ്കിന്റെ സമയത്ത് മറ്റുള്ളവരെ വഴക്കിടാനും മറ്റുള്ളവരോട് ഡിബേറ്റ് അടിക്കാനും മറ്റുള്ളവരെ വാഗ്വാദം ചെയ്യാനും മാത്രമേ ഞാൻ ഗബ്രി സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരോട് വളരെ റൂഡായിട്ടും വളരെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ആ പയ്യൻ ചിരിച്ച് കളിക്കുന്നത് ഞാൻ കണ്ടു. എപ്പോ? ഇന്ന് മറ്റേ സ്പോൺസേർഡ് ടാസ്കിന് ഞാൻ കണ്ടു. ആ പയ്യൻ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈശ്വരൻ, ഇങ്ങനെ ഒരു മുഖമുണ്ടോ ഈ കുട്ടിക്ക്? ഇങ്ങനെയൊക്കെ കളിച്ചിരിക്കാൻ പറ്റുമോ? എന്നിട്ടാണോ ഈ 1.5 മാസം ഇവിടെ നിന്ന് ഇങ്ങനെ മുഖവും റൂഡാക്കി വെച്ചോണ്ടിരുന്നത്? സോ ആ ഗബ്രി ഗെയിം മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ജാസ്മിൻ്റെ അടുത്ത് വൈകുന്നേരം പോയി ഇരുന്നു ചായ കുടിക്കാൻ. അപ്പം ജാസ്മിൻ ചോദിച്ചു, കാല് കയറ്റി തോളിൽ വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഗബ്രി പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു. പക്ഷെ ജാസ്മിൻ വേണ്ട. അപ്പം എല്ലാവർക്കും അറിയാം, സംഭവ കാര്യങ്ങളൊക്കെ അറിയാൻ ചെയ്തത് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് ആയിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പം ഇന്ന് പല കാര്യങ്ങളിലും ഗബ്രിയും ജാസ്മിനിലും പൊരുത്തക്കേടുകൾ കണ്ടു. ജാസ്മിൻ ഇന്ന് തന്നെ വൃത്തിയില്ലാത്തവർ എന്ന് വിളിക്കുന്നത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജിൻഡോവിനെ അവിടെ വന്ന അന്നോട്ട് മണ്ടൻ എന്ന് വിളിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ അത് എടുക്കുന്നുണ്ടോ? എടുക്കുന്നില്ല. എടുക്കരുത്. ഇതൊക്കെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. അത് എടുക്കാൻ നിൽക്കരുത്. അതെടുത്തിട്ട് എല്ലാവരോടും പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇന്ന് ഗബ്രി പറഞ്ഞു കൊടുത്തത്. എന്തിനാണ് എടുക്കാൻ പോകുന്നത്? അത് എടുക്കരുത്. റിയാക്ട് ചെയ്യുകയോ നമ്മൾ വീക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചാക്രമിക്കും എന്ന് ഗബ്രി പറഞ്ഞു കൊടുത്തത്. ഇന്ന് നല്ല വൃത്തിക്ക് ജാസ്മിന് ഗബ്രി പറഞ്ഞു കൊടുത്തു. ജാസ്മിൻ തന്നെ അന്തം വിട്ടുപോയി. ഇത് എന്റെ ഗബ്രി തന്നെയാണോ? സാധാരണ ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളത്. സോ അവിടെ ഗബ്രി ഒരുപാട് കാര്യങ്ങൾ ഭയക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഗബ്രിയുടെ ഭയം ഇന്ന് സിബിൻ വന്ന് പറഞ്ഞ കാര്യം, ഇവിടെ ഒരാളുണ്ട് ഡയറക്റ്റ് എവിക്ഷനിൽ പോകേണ്ട ഒരാൾ, തെറ്റുകാരനാണ്, ജനപതി തേടേണ്ടതാണ്. അതിൽ ഗബ്രി ഒന്ന് ആടി ഒലഞ്ഞു. സത്യം പറഞ്ഞ് ആടി ഒലഞ്ഞു. ഇന്ന് കുറച്ചൊന്ന് പേടിച്ചു പോയി. അപ്പോൾ അയാൾ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷേ നോമിനേഷൻ അങ്ങനെ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് നമ്മളെ പണിഷ് ചെയ്യട്ടെ. ആ ഒരു സംഭവത്തിൽ ഗബ്രി കുറച്ച് പേടിയുണ്ട്. അതും പേടിയുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ കാര്യത്തിലും ഗബ്രിയുടെ ഗെയിം ഗബ്രി കുറച്ചൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ നല്ലത്. അത്രയേ ഉള്ളൂ. കാര്യം ഇനിയും സമയമുണ്ട്. ഇനി അടുത്തത് ജാസ്മിൻ സിബിൻ ടാർഗറ്റ്. ജാസ്മിൻ എന്ന് പറഞ്ഞു, സിബിനെ ഞാൻ വെറുക്കുന്നു, ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സിബിനെയാണ്. സിബിൻ എന്ന് പറഞ്ഞു, ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്താക്കണം. ഇന്നൊരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്വാളിറ്റി ഇല്ല നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇന്ന് BB+ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജയുടെ അടുത്ത്, ഈ ഷോയിൽ ഗബ്രി ഒരു പ്ലെയറാണ്, പക്ഷെ ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഈ ഷോയുടെ ക്വാളിറ്റി കളയുന്ന ഒരാളാണ് എന്ന് സിബിൻ പറയാണ് ചെയ്തത്. അതിൽ ആ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം പറയേണ്ടിയിരുന്നില്ല. ഏത് ക്വാളിറ്റി? ലൈവിൽ പറഞ്ഞത്, അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. BB+ലും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് തെറ്റാണ് സിബിനെ, അത് തെറ്റാണ്, അത് കാണിച്ചിട്ടില്ല. എന്നാലും ഞാൻ പറയാണ്, ലൈവിൽ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ഇതിനകത്ത് ജാസ്മിൻ നമ്മുടെ സിബിനെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഭിഷേകിനെയും നന്ദനെയും വിളിച്ചിരുത്തിയിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് സിബിന്റെ നെഗറ്റീവ്സ് പറഞ്ഞെത്തിച്ചത്. ഇതേ കാര്യം തന്നെ സിബിൻ നന്ദനെ പിടിച്ചിരുത്തി ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം രാവിലെ അഭിഷേകിനെ പിടിച്ചിരുത്തി ജാസ്മിൻ ഫുൾ സിബിന്റെ നെഗറ്റീവ്സ് മൊത്തം പറയുകയും സിബിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തത്. അതേ സംഭവം സിബിൻ വന്നിട്ട്
സിബിൻ വന്നിട്ട് പൊളിച്ചു. എൻ്റെ പൊന്നു മോനെ അഭിഷേകേ, നീ ഇതിനൊന്നും നിന്നു കൊടുക്കരുത്, ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഗേളാണ്, നിന്നെ നിലനിർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു പ്ലേ, ജാസ്മിന്റെ ആ ഒരു പ്ലേ സിബിൻ അവിടെ പൊളിച്ചടിക്കുകയായിരുന്നു. പക്ഷെ ഈ സിബിൻ തന്നെ നന്ദനെ വിളിച്ചിരിച്ചിട്ട് ജാസ്മിനെതിരെ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഇതകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇനി നോറയുടെ കാര്യം കൂടെ പറയാം. നോറ ആദ്യം പ്രൂവ് ചെയ്യ്, ടാസ്കിൽ പ്രൂവ് ചെയ്യും, എന്നിട്ട് നമുക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. ടാസ്കിലും നോറ വീക്കാണ്, പക്ഷെ നോറ ഇപ്പൊ നടക്കുന്നത് ഓവർ ടാർഗറ്റിംഗ് ആണ്. എന്ത് കാര്യവും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അതിനൊരു കാരണമില്ലാതെ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ പോകുന്നതിന് ജിൻഡോനെ പിടിച്ചെടുത്ത പോലെ തോന്നുന്നു. ഒരാളെ ഓവറായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതും അതും ഭയങ്കര ബോറായിട്ട് തോന്നും. അപ്പൊ നോറ ആദ്യം ചെയ്യണം, നോറ സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യുക, നന്നായിട്ട് ആദ്യം സ്വന്തം ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവർക്കെതിരെ കംപ്ലൈന്റും പറ്റതും മറിച്ചതും ഒക്കെ പറയാം. അതാണ് എനിക്ക് ചെയ്യേണ്ടിരുന്നത്. പിന്നെ ഇന്ന് പവർ ടീം പിടിച്ചു. അത് വലിയ നല്ലൊരു കാര്യമാണ്. പവർ ടീം തിരിച്ച് പിടിച്ചത് ഭയങ്കര ഒരു ഗെയിം പ്ലേ ആയിരുന്നു. അവർ നെക്സ്റ്റ് ടീമിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു. അവർ ഡെന്നിനെ എന്തായാലും എടുക്കത്തില്ല, അത് സിബിന്റെ ഗെയിം പ്ലാൻ ആണ്. ഈ കുറെ പേര് പറയും സിബിൻ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്, കണ്ണിങ് ആണ്. അവിടെ ആരാണ് മാനിപ്പുലേറ്റീവും കണ്ണിങ് അല്ലാത്തൊന്ന് പറഞ്ഞു തരുമോ? ആ സീസണിൽ, ഈ ബിഗ് ബോസ് സീസൺ 6 മാനിപ്പുലേറ്റീവും കണ്ണിങ്ങും അല്ലാത്ത ഒരാളെ പറഞ്ഞു തരുമോ? നിങ്ങൾ ഒരാളെ എനിക്ക് കിട്ടണം കമന്റ് ബോക്സിൽ. മാനിപ്പുലേറ്റീവും കണ്ണിങ്ങും അല്ലാത്ത ഒരാളെ എനിക്ക് കാണിച്ചു തരണം കമന്റ് ബോക്സിലെ, സീസൺ 6 ഒന്ന് പറഞ്ഞു തരൂ. എല്ലാവരും മാനിപ്പുലേറ്റീവും കണ്ണിങ്ങും ആണ്. ജാസ്മിൻ, ഗബ്രി, സിബിൻ, ജിൻഡോ നമ്പർ 1 കണ്ണിങ് ആൻഡ് മാനിപ്പുലേറ്റീവ്, ഗബ്രി ഒടുക്കത്തെ മാനിപ്പുലേറ്റിംഗ് ആൻഡ് കണ്ണിങ്, സിബിൻ മാനിപ്പുലേറ്റിംഗ് ആൻഡ് കണ്ണിങ്, എല്ലാവരും ഇവിടെ മാനിപ്പുലേറ്റിംഗ് ആൻഡ് കണ്ണിങ് ആണ്. എനിക്കൊന്ന് അഭിഷേകും കൂടിപ്പോയ നന്ദനയും, ഈ 2 പിള്ളേരുണ്ട് അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അവർ മാനിപ്പുലേറ്റിംഗും അല്ല കണ്ണിങ്ങും അല്ല ഒന്നുമല്ല, അവർക്ക് വാക്യൂമാണ്. അവർക്ക് ഒന്നുമില്ല, അവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ അവരുടെ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ വിജയമാണ്. അല്ലാതെ നമുക്ക് ഇപ്പൊ ഒരാൾക്ക് ഗ്രൂപ്പ് ആക്കാൻ അല്ലെങ്കിൽ പുറകെ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ അത് ഇയാളുടെ വിജയമാണ്. പുറകെ പോയവരുടെ തോൽവി. അതാണ് ഞാൻ ഇപ്പൊ സീസൺ 5 കുറെ പേര് ഒരാളുടെ പുറകെ തന്നെ പോയി. അത് ആ ഒരാളുടെ പവറും ആ പുറകെ പോയ ആളുടെ തോൽവിയുമാണ്. അതാണ് ഈ പിടിച്ച അല്ലെങ്കിൽ ഈ പുറകെ വരുത്തിയ ആള് ഭയങ്കര സാധനമാണ്, ഭയങ്കര മാനിപ്പുലേറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ്? അയാളുടെ കഴിവാണത്. എന്തിനു നിങ്ങൾ പുറകെ പോകാൻ നിന്നു? ഇത് ഇൻഡിവിജ്വൽ ഗെയിം അല്ലേ, ഇൻഡിവിജ്വലായിട്ട് കളിക്കണം. സിബിൻ വന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ മാനിപ്പുലേഷൻ ഞാൻ വീണില്ലെന്ന് പറയണം. എന്തിനാണ് വീണ് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മാനിപ്പുലേഷനും കണ്ണിങ്ങും ഒക്കെ ഇതിനകത്തുള്ളത് തന്നെയാണ്. അതിനകത്ത് എനിക്കറിയില്ല, ഭയങ്കര എന്തോ കുറ്റമായിട്ടും എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പയ്യന്റെ ഒരു ഗെയിമിലാണ് ഇന്ന് ഇവർ ജയിച്ചത്. നെക്സ്റ്റ് ടീമിനെ എടുത്തിട്ട് മനപ്പൂർവ്വം ഡെന്നിനെ എടുത്തില്ല. ഇനി മനപ്പൂർവ്വം ഡെന്നിനെ എടുത്തിട്ടില്ല. കാര്യം ഗബ്രിയുടെയും ആ മൊത്തം ടീമിനെ നോമിനേഷനിൽ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ജാൻമണിക്ക് ആഗ്രഹം ഇനി അടുത്ത ഒന്നും കൂടെ പവർ ടീമിൽ വരണമെന്നാണ്. പക്ഷേ ഈ സിബിനും ഇവർക്കൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പവർ ടീമിൽ വന്നാലായി, വന്നില്ലെങ്കിൽ അവർക്ക് വലിയ താല്പര്യമില്ല. കാര്യം പവർ ടീമിൽ നിൽക്കുന്നത് അധികം നല്ലതല്ല, ഒരാഴ്ച കഴിഞ്ഞ് മാറുന്നതാണ് നല്ലത്. അപ്പം സിബിൻ അത് ചെയ്തത് എല്ലാവർക്കും ആർക്കും ആഗ്രഹമില്ല. ഈ ജാൻമണിക്ക് മാത്രമാണ് ഈ പവർ ടീം ഭയങ്കര പവർ കിട്ടണം, അധികാരം കിട്ടണം എന്നൊക്കെ ജാൻമണിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്തു? നെസ്റ്റിനെ തന്നെ തെരഞ്ഞെടുത്തു. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. ഇപ്പുറത്ത് ജാസ്മിന്റെ ടീമിനെ എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും അടുത്ത വിക്ഷൻ ഡബിൾ വിക്ഷൻ ആണെങ്കിൽ ജാസ്മിൻ ചിലപ്പോൾ ഗബ്രീനെ എടുക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഗബ്രി ഒരിക്കലും പവർ ടീമിന് വരാൻ പാടില്ല. ഗബ്രി ഒരിക്കലും നോമിനേഷനിൽ നിന്ന് സേവ് ആവാനും പാടില്ല, ക്യാപ്റ്റനും ആവാൻ പാടില്ല. ഇത് സിബിനും അവിടുത്തെ പൂജയുടെയും ഒക്കെ മെയിൻ അജണ്ടയാണ്, മെയിൻ ടാർഗറ്റ് ആണ്. എന്തുകൊണ്ട് അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പാടില്ലേ? ഗബ്രിക്ക് ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാമെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ടാർഗറ്റ് ചെയ്യാം. എന്നിട്ട് ഗെയിം വേണ്ടേ അവിടെ? എല്ലാവർക്കും അങ്ങനെയാണ്. റിയാസ് സലീം കറക്റ്റ് ഗെയിം പ്ലാനോടെയാണ് അകത്തേക്ക് പോയത്. റോബിൻ, ദിൽഷ, ലക്ഷ്മിപ്രിയ, ബ്ലസ്ലി കട്ട് ചെയ്ത് കളഞ്ഞു. ചെയ്യുകയും ചെയ്തു അവിടെ പോയിട്ട്. അതാണ് ചെയ്യേണ്ട. പിന്നെ അല്ലാണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ കളിക്കണത് കൊള്ളാം, നിങ്ങളും കളിക്കണത് കൊള്ളാം, ഞാൻ എങ്ങനെയാണോ എന്തോ അങ്ങനെ പോയി അവിടെ ഇരിക്കാനാ പോയത്? അതിനാണോ പോയത്? എല്ലാം കളിക്കാനേ പോയിക്കണേ. അപ്പൊ അവര് ഗബ്രി കട്ട് ചെയ്യണം. ഗബ്രി നന്നായിട്ട് കളിച്ചാൽ ജനങ്ങൾ ഗബ്രിയുടെ കൂടെ നിൽക്കും. അത്രേ ഉള്ളൂ. ഇതിലെന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഗബ്രീനെ ഒരിക്കലും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഗബ്രീനെ ഡയറക്റ്റ് നോമിനേഷൻ ഇട്ട് ശ്രീധുവിനെയും നോറേനെയും ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാനാണ് സിബിന്റെ പ്ലാൻ. അതിന് ജിൻഡോയെ കൂട്ടുപിടിക്കുന്നുണ്ട്. ഇത് വർക്കൗട്ട് ആയാൽ സിബിന്റെ വിജയം, വർക്കൗട്ട് ആയില്ലെങ്കിൽ സിബിന്റെ തോൽവി. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ശ്രീധു, അർജുൻ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അവർ പ്രത്യേകിച്ച് ഗെയിമിലൊന്നും ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. പക്ഷേ ശ്രീധു സിബിനെ പോയിട്ട് അടുത്ത ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് സിബിന്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോംബോ ഗെയിമിന് വേണ്ടിയിട്ട് അർജുൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊരു ക്രിഞ്ചായിട്ടാണ് എനിക്കൊരു വലിയൊരു ഇങ്ങനെ അതിന് വേണ്ടി, അത് ഗെയിമിലൊന്നുമില്ല. എന്നാൽ ഇവർ രണ്ടുപേരും ഓടിക്കളിക്കുന്നു, ഇതാകുന്നു, ചാടുന്നു, ഒളിച്ചു വെക്കുന്നു. ഗെയിമിൽ അവരില്ല. സോ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടവർ അവർക്ക് വോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കാൻ പാട്ടും കൊണ്ടാണ് ആരംഭിക്കുന്നത്. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ നന്നന നന്നന നന്നന
ചിങ്ങം വന്നേനൻ ഒരുപാട് പാട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞ് തളർന്നിരിക്കുകയാണ് ജാസ്മിനും നമ്മുടെ സിബിനും സായിയും. അപ്പൊ ജാസ്മിൻ ഈ സായിക്കൊക്കെ ഒന്ന് ഇമോഷൻസ് വന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. അപ്പോഴാണ് ജിൻഡോ പറന്ന് വരണത്. ജാസ്മിനെ ഇന്ന് ഞാനിവിടെ കണ്ടന്റിന്റെ പെയ്ത്തായിരിക്കും നോക്കിക്കോ. ജാസ്മിനെ എൻ്റെ അടുത്ത് ശ്രീതുവാണ് കൊണ്ടുവരുന്നത്. കാര്യം ശ്രീതുവാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വന്നിട്ട് ജിൻഡോയോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ജിൻഡോ ജാസ്മിനെ നിന്റെ ടിഷ്യൂ പേപ്പറൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, നീ വന്നെടുത്തേ. ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് വേസ്റ്റ് ഇടും. അയ്യോടാ പൊന്നെ. എന്നിട്ട് ഞാൻ പിന്നെ എടുക്കാറേ ഇല്ല ടിഷ്യൂ പേപ്പർ കേട്ടാ. ഇപ്പൊ ഞാൻ ടിഷ്യൂ എടുക്കാറില്ല, കയ്യിൽ ടിഷ്യൂ ഉണ്ട്. അപ്പൊ ജിൻഡോ നീ വേസ്റ്റിലാണ് ഇടാറുള്ളത്? എന്നാ കാണിച്ചു തരാം അവിടെ കിടക്കണം ബാ. അപ്പൊ അത് ഞാനിപ്പോ മേക്കപ്പ് ചെയ്യാൻ എടുത്തത്, അത്രേ ഉള്ളൂ. നീ ഇപ്പൊ പറഞ്ഞില്ലേ നീ ടിഷ്യൂ എടുക്കാറേ ഇല്ലെന്ന്, തെളിവ് സഹിതം കാണിച്ചു തരാം. അല്ല ഞാൻ ഇവിടെ അത് യൂസ് ചെയ്താലും ഞാൻ എൻ്റെ ഇതിലാണ് വെക്കുന്നത് കേട്ടോ, എൻ്റെ കയ്യിൽ വെക്കും, അത്രേ ഉള്ളൂ. കയ്യിൽ വെക്കുന്നത് അവിടെ ബെഡിലാണ് കിടക്കുന്നത്. ഓഹോ, അപ്പൊ അത് എൻ്റെ ബെഡാണല്ലോ, അപ്പൊ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ബെഡാണ്, ഞാൻ എടുത്ത് മാറ്റിക്കോളാം, നിങ്ങൾ കൂടുതൽ ഇതാക്കണ്ട കേട്ടോ, നിങ്ങൾ പോകാൻ നോക്കുന്നതിന്റെ പാട് നോക്കിയിട്ട് വെച്ചിട്ട് പോകട്ടെ. അപ്പൊ ടിഷ്യൂ കാണിക്കുന്നുണ്ട്, നമ്മൾ എടുത്തെടുത്ത് കാണിക്കണം അവിടെ ഇവിടെയൊക്കെ ടിഷ്യൂ കിടക്കണത്. ജിൻഡോ ഇപ്പൊ മാറ്റണം, ഇവർക്ക് ബെഡും അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. ജാസ്മിൻ പോയി കേസ് കൊടു, മാറ്റാൻ പറ്റത്തില്ല. ഓഹോ. അപ്പൊ ജിൻഡോ ആരടുത്ത് കേസ് കൊടുക്കാൻ, ഞാൻ കേസ് എടുക്കത്തേ ഉള്ളൂ. ഓ മാസ് ഡയലോഗ്, കണ്ണാടി നോക്കി പറ മാസ്. പവർ ടീമേ പവർ ടീം സിബിനെ പറയാൻ കൂട്ട്. അപ്പം സിബിൻ അടി മാറ്റ്, ജാസ്മിനെ പോയി മാറ്റ്, ഇയാൾ ഇവിടെ ഷോ കാണിക്കുന്നതാണ്. ഇയാൾ മാറ്റാൻ പറഞ്ഞാൽ മാറ്റത്തില്ല, ഇയാൾ ഷോ കാണിക്കുന്നതാണ്. ഒന്ന് മാറ്റുമോ ജാസേ, ഒന്ന് മാറ്റുമോ എന്നൊക്കെ തൊഴുത് പറയുന്നുണ്ട് ആര്, ജിൻഡോ. അപ്പൊ ശ്രീതു ഞാനാ പറഞ്ഞത്. അപ്പൊ എടി നീ ആബ്സെന്റ് ആയിട്ട് പല സമയത്ത് ടിഷ്യൂ ഇടലുണ്ട്. സിബിൻ പറയാണ് നീ പോയി മാറ്റിക്കൊട്, ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ മാറ്റത്തുമില്ല. ജിൻഡോ ചുരുട്ടി ഇട്ടേക്കാണ്, ചുരുട്ടി. ഞാൻ ചുരുട്ടി ഇടാനില്ല, യൂസ് ചെയ്യാൻ വെച്ചതാണ്. എങ്ങനെയാണ് ചുരുട്ടി വെക്കുന്നത്? ചുരുട്ടി പിന്നെ പരത്തി വെക്കാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇല്ല. അപ്പോഴത്തേക്ക് ജാസ്മിൻ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ എന്നെ ബെഡ്റൂമിലേക്ക് വരില്ല, നിനക്ക് കണ്ടന്റ് കിട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈം അവളെ ചെരുപ്പ് കിടക്കണം, അതാരണത് അവളുടെ ആയിരിക്കും, ആ ജാസ്മിൻ്റെ. അവള് ചെരുപ്പിടത്തില്ലല്ലോ പറഞ്ഞു. അവള് ചെരുപ്പ് ഇടത്തില്ല, ബാത്റൂമിൽ ഒരിടത്തും ചെരുപ്പിടത്തില്ലെന്നേ. എന്തൊരു കഷ്ടമാണ്, ബാത്റൂമിൽ പോലും ചെരുപ്പിടൂല. അങ്ങനെ കയറി നോറ, ഞാൻ എപ്പോഴാ ബാത്റൂമിൽ, നിങ്ങൾ ആരാണ് എന്നെ പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എങ്ങനെ തന്നെയാണ്. ഭാഗ്യം കണ്ടന്റ് കിട്ടി. അതും ജിൻഡോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ പറയാൻ ആഗ്രഹം, ഞാൻ ചെരുപ്പിട നടക്കണേ. ഡേ എന്തോന്നു, ഞാൻ നിന്നെ അല്ല പറഞ്ഞത്, ഞാൻ ജാസ്മിനാണ് പറഞ്ഞത്. ജാസ്മിനാണ് പറഞ്ഞെങ്കിൽ ഞാൻ ഏറ്റെടുക്കും. ഞാൻ നിങ്ങളുടെ ചെരുപ്പിന് എന്റെ പൊന്നെ നിന്നെ അല്ല പറഞ്ഞത്. അപ്പൊ ജാസ്മിൻ കയറി ഇരിക്കുന്നുണ്ട്. എടി നീ ബാത്റൂമിൽ ഇടുന്ന ചെരുപ്പല്ലേ, നീ ബാത്റൂമിൽ ചെരുപ്പിടലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ബാത്റൂമിൽ ചെരുപ്പിടലുണ്ടോ? ഇല്ല. നീ അങ്ങനെ ചെയ്യാറില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പം ജാസ്മിൻ ഞാൻ ബാത്റൂമിൽ ചെരുപ്പിടേ ഇല്ലായിരിക്കും, നിങ്ങൾ കുപ്പിയും കൊണ്ടല്ലേ ബാത്റൂമിൽ കയറുന്നത്. നിങ്ങളെ പോലെ കുടിക്കുന്ന കുപ്പിയായിട്ട് ഞാൻ ബാത്റൂമിൽ കയറില്ല. നീ ചെരുപ്പിടാൻ നോക്ക്. ഞാൻ എൻ്റെ എവിടെയാണ് ഇരിക്കണം, എനിക്ക് ചെരുപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ കുടിക്കുന്ന കുപ്പിയും നിങ്ങൾ ഫ്ലഷ് ചെയ്യലുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന കുപ്പി വെക്കൂലേ? നിങ്ങൾ ചുമ്മാ അവിടെ കൊണ്ടുപോയിട്ട് എയർ ഫ്രഷനർ അടിക്കുമോ? ഒന്നും നിങ്ങൾ ചെയ്യൂല. ബാത്റൂമിൽ ചെരുപ്പിടാതെ നടക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നന്ദന എന്തോന്ന് ചേച്ചിക്ക് കാലിൽ ചെരുപ്പിടാൻ പറ്റത്തില്ല, അതിൻ്റെ വിണ്ട് കയറലും ഒക്കെ എന്തോ ചെരുപ്പ് പറ്റത്തില്ല, അതുകൊണ്ട്. അപ്പോൾ ശരിയാണ്, അതാണ് സംഭവം അല്ലേ, ആ തെളിവാണല്ലേ ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് പറ്റത്തില്ല. ജിൻഡോ അതാണല്ലേ, ചെരുപ്പ് വേറെ ചെരുപ്പിടാമല്ലോ, ബാത്റൂമിൽ കയറുന്നത് പറ്റില്ല. അപ്പൊ നിങ്ങൾ ബാത്റൂമിൽ കുപ്പിയായിട്ട് കയറുന്നതോ? അതുപോലെ അല്ലല്ലോ എൻ്റെത്. നിങ്ങൾ ഫ്രഷ് അടിക്കൂ, നിങ്ങൾ എയർ ഫ്രഷർ അടിക്കൂ. ജിൻഡോ സമ്മതിച്ച് അവിടെ നിർത്താം, ഞാൻ ഒന്നും പറയുന്നില്ല, സമ്മതിച്ച്. അപ്പൊ റസ്മിൻ എല്ലാവരും മണ്ടൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്, സങ്കടമായോടാ മോനെ, സങ്കടമായോടാ കുണുബാവേ എന്ന് റസ്മിൻ അവിടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജിൻഡോനെ പറയുന്നത്. അപ്പൊ ജിൻഡോ കൈ കൂപ്പി പറയാ, നീ ചെരുപ്പല്ല, നീ കാല് താഴെ നീ ചെരുപ്പോ ഇടുന്നില്ല ബാത്റൂമിൽ, ആ കാലും കയറ്റിയിട്ട് മോളിലിരിക്കുകയാണ്, നീ താഴോട്ട് വെയ്യ കാലെടുത്ത്. പറ്റത്തില്ല. ജാസ്മിനെ നീ ഒന്നും മിണ്ടായി, നീ കാല് താഴെ വെക്ക്, നീ പറഞ്ഞ ശരിയാണ്, നീ കാല് താഴെ വെക്ക്. അപ്പൊ ജാസ്മിൻ ജിൻഡോ നിങ്ങൾ കാല് പിടിക്കാൻ, നീ കാല് താഴെ വെക്കും. അയ്യോ എന്തൊരു അഭിനയം, എന്തൊരു ഷോ, ചെസ് നമ്പർ 2. അപ്പൊ ജിൻഡോ എടി ഞാൻ ക്യാപ്റ്റൻ ആയിട്ട് പറയുന്നത്, ക്യാപ്റ്റൻ ബാഡ്ജുണ്ട്, നീ കാല് താഴെ വെക്ക്. അപ്പൊ അപ്സര എടി ജിൻഡോ കുപ്പിയല്ലേ വെക്കുന്നത്, ജിൻഡോയുടെ കുപ്പിയല്ലേ, അതിന് നമുക്കിപ്പോ എന്ത്? അപ്പൊ ജാസ്മിൻ ഞാൻ പറഞ്ഞുതരാം, ഈ ജിൻഡോയുടെ കുപ്പി പല സ്ഥലത്തും കൊണ്ട് വെക്കുന്നില്ലേ, അത് തെറ്റല്ലേ, ബാത്റൂമിൽ വെച്ച കുപ്പിയല്ലേ അത്. എനിക്ക് പറ്റത്തില്ല കാല് താക്കാൻ, എനിക്ക് പറ്റത്തില്ല, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം. ബട്ട് ഷോ കാണിച്ചാൽ ഞാൻ കാല് താഴെ വെക്കൂല. ഇപ്പൊ റസ്മിൻ എടി പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്, പുള്ളി നമുക്കും തോന്നി തെറ്റാണ്, നീ കാല് താഴെ വെക്ക്. ജിൻഡോ ഒരു പരിപാടിക്ക് ഇവിടെ ഒരു പരിപാടി നടത്തൂല കാല് താഴെ വെക്കാതെ ഒരു പരിപാടി നടക്കൂല. അപ്പൊ സിബിൻ എടി നീ താഴെ വെച്ചെന്ന് പറഞ്ഞ് തോറ്റൊന്നും പോകൂല. ഞാൻ ഇവിടെ എത്ര നേരം ഇരിക്കും നിങ്ങൾക്ക് അറിയാമോ? ഇല്ലല്ല, പക്ഷെ ഈ ഷോ കഴിഞ്ഞ് കാല് താഴെ വെക്കൂ. സിബിൻ നമ്മളൊക്കെ ഇരിക്കണ സ്ഥലമാണ്. അപ്പൊ നിനക്ക് വിഷമിക്കുമെന്ന് വെച്ചാൽ ഞാൻ നിന്നോട് പറയാതിരുന്നത്. ഇനി ഒന്നും
നീയായിട്ട് എടുത്തൊന്നും ഞാൻ ഇമ്മാതിരി കേസൊന്നും എടുക്കലില്ല. നീയായിട്ട് കൊണ്ടുവന്ന സംഭവമാണിത് ജാസ്മിനെ എന്ന് സിബിൻ പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ജാസ്മിൻ, ഹോ എൻ്റെ പൊന്നോ, നാണമില്ലല്ലോടാ നിങ്ങൾക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ജിൻഡോ, നീ ആദ്യം കാല് താഴെ വെക്ക്, നീ നന്നാവാൻ നോക്ക്, നീ പിന്നെ എന്നെ നന്നാക്കാം കേട്ടാ. താൻ പോണോ താൻ എത്ര മെഴുകിയാൽ തന്നെ നടക്കത്തില്ലടോ. ചക്കക്കുരു വർത്തമാനം കൊണ്ട് പോകും വെക്കടോ. താൻ മാത്രമല്ല കളിക്കാൻ വന്നേക്കാം, നമ്മളും കളിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഇരി. അപ്പൊ ജിൻഡോ ഇരിക്കുന്നുണ്ട്. നല്ല കവള്, അടിക്കാൻ തോന്നുന്നു. പക്ഷെ അടിക്കാൻ തോന്നുമായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണേ, അപ്പൊ എന്നെ ഒന്നും കുറ്റം പറയാൻ പറ്റൂല. കാലേന്ന് വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞ പോലെ അടിക്കാൻ തോന്നുമായിരുന്നു എന്ന് പറയാണ്. പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം അടിക്കാൻ തോന്നുമായിരുന്നു, അപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ ഈ കാല് താഴെ വെക്കാൻ പറ്റത്തില്ല. അവസാനം കാല് താഴെ വെച്ചേ. അങ്ങനെ കാല് താഴെ വെച്ചു. ഇത് ഞാനാണ് കാല് താഴെ വെക്കാൻ. ജാസ്മിൻ, എനിക്ക് ചെരുപ്പ് പറ്റത്തില്ല സായി, എനിക്ക് ചെരുപ്പ് പറ്റൂല. എനിക്ക് ഈ ഫെദർ ടച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ഈ ഹാർഡ് ചെരുപ്പ് പറ്റൂല. വിണ്ട് കീറിയിരിക്കുകയാണ്. അപ്പൊ ജിൻഡോ, എടാ സായി, നിനക്ക് ചെരുപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കുക. സായി പെട്ടി നിറച്ച് ചെരുപ്പായിട്ടാണ് വന്നേക്കുന്നത്, നീ കൊടുക്കടാ. ജിൻഡോ ക്യാമറ നോക്കി. ജാസ്മിന് ഒരു 8.5 ഇഞ്ചിന്റെ ചെരുപ്പ് വേണം, ഫെദർ ടച്ച്. അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാത്റൂമിൽ ചെരുപ്പിടൂല, ഒരിടത്തും ചെരുപ്പിടൂല. നമുക്കൊക്കെ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ വരും. പിന്നെ ക്ലോസറ്റിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത് എവളാണെന്നാണ് തോന്നുന്നത്. താൻ എന്താണ് പറയുന്നത്? ആര്? ഗബ്രി ഓൺ ദ ഫ്ലോർ. താൻ എന്താണ് പറയുന്നത്? ഫ്ലോറിൽ കയറി തനിക്കാൻ പറയാം മല മണ്ട. തനിക്ക് ഉളുപ്പുണ്ടോ? താനാണോ ബാത്റൂമിൽ ഒത്തി നോക്കിയിട്ടുണ്ടോ? തനിക്ക് എന്ത് നാണം ഉണ്ടോ ഇത് പറയാൻ വേണ്ടിയിട്ട്? വൃത്തികെട്ട വർത്താനം പറയുന്നത് കേട്ടല്ലോ. ഒളിഞ്ഞു നോക്കുന്നോടോ താൻ ഒളിഞ്ഞു നോക്കുവോടോ? താൻ ഒളിഞ്ഞു നോക്കുവോടോ? ജാസ്മിൻ ഇങ്ങനെയാണോ അവളെ കുറിച്ച് പറയണം? അപ്പൊ ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നിൽക്കേ, ഞാൻ പറയാം. താൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത്? താൻ എന്താണോ ക്യാമറയെ കുറിച്ച് പറഞ്ഞത്? താൻ ക്യാമറ നോക്കി എന്നെ കുറിച്ച് എന്താണോ പറഞ്ഞത്? അപ്പൊ ഗബ്രി, തനിക്ക് ലേശം ഉളുപ്പുണ്ടോടോ? തനിക്ക് മണ്ടെന്ന് പറയും. ലോകത്തിൽ ബിഗ് ബോസ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ മണ്ടൻ താനാണോ? താൻ എന്താണോ പറഞ്ഞത്? ശരണ്യ, ഈ ജാസ്മിൻ എൻ്റെ പൊന്നു എന്തൊരു ഈഗോയാണിത്. എനിക്ക് ഇഷ്ടമല്ല അവളുടെ ഈഗോ. ഋഷി, അയ്യോ കുറേയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അവൾ കളിക്കുന്നത്. ഞാൻ അങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിൽക്കത്തില്ല. ജാൻമണി ഭയങ്കര ഷാഠനമാണ്. സോ വേഴ്സ്റ്റ് പെർഫോമൻസ് ആൻഡ് വേഴ്സ്റ്റ് ക്വാളിറ്റി. അപ്പോൾ ബിഗ് ബോസ് ജാൻമണി മൈക്ക് ധരിക്കുക. പിന്നെ ഞാൻ ബിഗ് ബോസ് ഞാൻ മറിഞ്ഞു പോയി. ഞാൻ പവർ റൂമിൽ നിൽക്കുന്നതാണ് വിചാരിച്ചത്. 25 days ഓൾസോ. എന്തായാലും പണി പാളി. ജാൻമണി മൈക്ക് ധരിച്ചിട്ട് അപ്പോൾ നമുക്കൊക്കെ എന്തായാലും പണിഷ്മെന്റ് എടുക്കണം. ഓക്കെ പൂജ, നമുക്ക് ഇന്നലെ സിബിന് 2 എണ്ണം അടിച്ചിട്ടു. സിബിനെ നമുക്ക് എല്ലാവർക്കും പണിഷ്മെന്റ് എടുക്കാം, അല്ലെങ്കിൽ പണി പാടും, നമ്മുടെ തലയിൽ കൂടെ കയറും എല്ലാവർക്കും. ഓക്കെ ശരി. അപ്പം നമ്മളെല്ലാവരും പണിഷ്മെന്റ് എടുക്കാൻ പോവുകയാണ് പവർ ടീം. അപ്പോൾ റസ്മിൻ, ഒരു പ്രാവശ്യം മൈക്കിന്റെ അനൗൺസ്മെന്റ് ഒന്നും പറഞ്ഞ് പണിഷ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഗബ്രി, നോറയ്ക്ക് എന്താ പണിഷ്മെന്റ് കൊടുത്തത്? അത് ഇതുപോലെ മൈക്ക് ധരിക്കാത്തോണ്ടല്ലേ? സിബിൻ, നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുത്തത് മൈക്ക് ധരിക്കാനും മാത്രമല്ല, ഉറങ്ങി ബൗബോ അടിച്ചോണ്ടാണ് കേട്ടാ. നീ കൂടുതൽ ഇങ്ങോട്ട് കയറി വരണ്ട, നീ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ വരണ്ട. ഞാൻ ഉണ്ടാക്കാൻ വന്നല്ലോ, ഞാൻ ഉണ്ടാക്കാൻ വന്നതാണോ? ഞാൻ എന്റെ കാര്യം പറഞ്ഞതല്ലേ? നീ ഒന്ന് മിണ്ടാതിരി. റസ്മിന്റെ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ ഞാൻ അഭിപ്രായം പറയാൻ പാടില്ലേ ഗബ്രി? ഞാൻ അഭിപ്രായം പറയാൻ പാടില്ലേ? ഞാൻ അഭിപ്രായം പറയുന്നത് ചൊറിയാണോ? അവിടെ ഇരുന്ന് മിണ്ടാരി. അപ്പോൾ എന്തായിരുന്നാലും ഏത്ത വിടണം. 10 ഏത്തം 3 പേരിടുകയാണ്. ജാൻമണിയും നമ്മുടെ സിബിനും ആരൊക്കെയാണ്, പിന്നെ ശരണ്യാന്ന് തോന്നുന്നു, 3 പേര് കൂടെ 10 ഏത്തം ഇടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പണിഷ്മെന്റ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ, പവർ ടീം സമയത്ത് പണിഷ്മെന്റ് എടുക്കാതെ നടന്ന ഒറ്റ ആളെ എവിടെ ഉള്ളൂ, ഉറങ്ങി എന്ന് പറഞ്ഞ് ഉറങ്ങാതെ നടന്ന ഒരു ഐറ്റം. അപ്പൊ സിബിൻ, നിങ്ങൾ തന്നെ വലിയ പവർ ടീം, നിങ്ങൾ എടുത്തു, നമ്മൾ പാവങ്ങളേ, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നോ നിർത്ത് പുല്ല്. രാവിലെ കക്കൂസ്, ബാത്റൂം, ക്ലോസറ്റ്, അപ്പി, ഇതൊക്കെ തന്നെയാണ് ഇവിടെ വഴക്കൊന്ന് നിർത്ത്. അത് കഴിഞ്ഞ് സിബിനും ജിൻഡോയും, നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ സോറി പറ. ഈ ഒരു കാര്യത്തിൽ ക്യാമറയുടെ വിഷയത്തിൽ അവളോട് പോയി സോറി പറയണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അത് സോറി പറ. അപ്പോൾ ഉടനെ തന്നെ പോയിട്ട് ജിൻഡോ, എടി ഞാൻ ക്യാമറയിൽ നിന്നെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞെങ്കിൽ വേണ്ട, നിങ്ങളുടെ സോറി വേണ്ട, പറ്റത്തില്ല. നിങ്ങളുടെ സോറി കേൾക്കാൻ വേണ്ട, അക്സെപ്റ്റും ചെയ്യില്ല. ഒരു സോറി ഉള്ള വൃത്തികേടുകളും ചട്ടത്തരങ്ങളും ഒക്കെ കാണിച്ച് വെച്ചിട്ട് ഒരു സോറി പറച്ചില് പിന്നെ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാനല്ലേ? നടക്കത്തില്ല. അത്രേ ഉള്ളൂ. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ, വേണ്ട അവളിരുന്ന് ആലോചിക്കുന്നു. നിങ്ങൾ എന്തിനാണ് അയാളുടെ പുറകെ പോകണം? അപ്പം നോറ, നിങ്ങൾക്ക് എന്താ എപ്പോഴും അവളുടെ അടുത്ത് കാര്യം? നിങ്ങൾ എന്തിനാ അവളുടെ പുറകെ പോകുന്നത് എപ്പോഴും? എനിക്ക് മനസ്സിലായി, അവൾക്ക് പീരീഡ്സ് ആയതുകൊണ്ട് അവൾക്ക് മൂഡ് സ്വിങ്സ് വരും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണല്ലേ? കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം അവിടെ ഇരിക്കുന്ന എല്ലാവരും അയ്യയ്യേ എന്തോന്ന് ഇപ്പോൾ പറയുന്നത്? അപ്പം ശ്രീധുന് നല്ല ദേഷ്യം വന്ന്, എന്തോന്ന് നീ പറയുന്നേ? മൂഡ് സ്വിങ്സ് എനിക്കും വരുമല്ലോ, എൻ്റെ പുറകെ വരുന്നില്ലല്ലോ ആരും. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ അത്ര നിലവാരമില്ലാത്ത മനുഷ്യനാണ് ഇയാൾ. അപ്പൊ ശ്രീധു അത്ര നിലവാരം, ഒന്ന് മിണ്ടാതിരിക്കുമോ? ഒന്ന് മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. പൂജ ഒന്ന് ഇതൊക്കെ നിർത്താനുള്ള പരിഹാരം കാണുക. എന്താണ് അവിടെ? ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ റസ്മിൻ്റെ അടുത്താണ് പറഞ്ഞത്. എനിക്ക് അവളുമായിട്ട് ഇമോഷണലി ഒട്ടും താല്പര്യമില്ല. ആ താളാണ് ജാസ്മിൻ. പക്ഷേ എനിക്ക് പറ്റത്തില്ല. അവളെ കോർണർ ചെയ്യുകയാണ്, അവളെ ഒറ്റപ്പെടുത്തുകയാണ്, അവളെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്.
അത് കഴിഞ്ഞ് നോറ ഇതും കൊണ്ട് ബാത്റൂമിലേക്ക് പോണ്. ഇങ്ങോട്ട് വാ അർജുൻ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാൾ ക്യാപ്റ്റൻ ആയത്? ഇമാതിരി വൃത്തികെട്ട ഒരാള്. അത് മാത്രമല്ല, ഞാൻ ഇമോഷണലി എല്ലാ കഥയും പറയാണ്. ഡേ 1 തൊട്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് ഡേ 1 തൊട്ട് എന്നെ ടാർഗറ്റ് ചെയ്യാണ്. ഞാൻ ജാസ്മിനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇമോഷണലി ഞാൻ ഒട്ടുമേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുമില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഈ ഇങ്ങനെ ഇത്ര വൃത്തി. അപ്പൊ അർജുൻ, അത് നീ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണെങ്കിലും ചെയ്യാൻ പാടില്ല. അപ്പൊ ഗബ്രി, നീ ഒരു കാര്യം ചെയ്യും, നിന്നെ തളർത്താൻ വേണ്ടി പലരും നോക്കും. നീ ഒന്നെങ്കിൽ ടീമായിട്ട് കളിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക. ടീമായിട്ടൊന്നും കളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ നിങ്ങളുടെ കൂടെ നിന്നെന്ന് പറഞ്ഞ് എന്നെ ഇപ്പൊ ടാർഗറ്റ് ചെയ്ത് കൊല്ലുകയാണ്. ആര് കൊല്ലുന്നു? എപ്പോ? എന്തിന്? നോറ വരുമ്പോൾ തന്നെ അവിടെ ഉള്ളൊരു പേടിച്ച് 2 ദിവസത്തേക്ക് ഓടും. കാര്യം ഇത്ര കാര്യം മതി അതിനെടുത്ത് വലുതാക്കാൻ. അതുകൊണ്ട് എനിക്ക് തോന്നില്ല നോറയാണ് അവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. നോറയെ അവിടെ ആരും ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം ഞാൻ തുറന്നു പറയാമേ. ഓൾറെഡി എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവരുടെ കണ്ണിൽ എപ്പോഴും ഇതായിട്ടുള്ളത്. എപ്പോഴും നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നീ റിയാക്ട് ചെയ്യാതെ മിണ്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്റെ അടുത്തേക്ക് വരൂല. അത്രേ ഉള്ളൂ ഗബ്രി. അത് കഴിഞ്ഞ് ജാസ്മിൻ ഉറങ്ങുകയാണേ. കുറച്ച് വന്ന്, മോളെ നീ ഉറങ്ങിക്കോ മോളെ, നീ പേടിക്കണ്ട. ആര്? ജിൻഡോയുടെ കളിയെ ജിൻഡോ വിചാരിക്കുന്ന പുറത്ത് പ്രേക്ഷകർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നേ. മോളെ നീ ഉറങ്ങിക്കോ, പാവല്ലേ. അപ്പൊ ജാസ്മിൻ, ഇല്ല ഞാൻ പണിഷ്മെന്റ് എടുത്തോളാം, ഞാൻ കാരണം ലക്ഷറി ബജറ്റ് കട്ടാവണ്ട. ഇപ്പൊ ജിൻഡോ സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് ജിൻജാൻ അവള് ഞാൻ വെച്ച് പാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കളഞ്ഞ്. ജിരിച്ചേട്ടാ നന്നായി ജിരിച്ചേട്ടാ, നന്നായി, അവൾക്ക് കിട്ടണം, അവൾക്കൊരു കിട്ടണം. അത് കഴിഞ്ഞിട്ടാണ് ചലഞ്ച് വരുന്നത്. ചലഞ്ചുകൾ വരെയാണ്. ആദ്യത്തെ ചലഞ്ച് 3 ആണ്, റൗണ്ട് 1. അതിന് മുന്നേ തന്നെ ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിപ്പിച്ചിരുത്തുന്നു. എന്നിട്ട് പവർ ടീമിനോട് ചോദിക്കാൻ, നിങ്ങൾ ഏത് ടീമിനോടാണ് മത്സരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സംഭവം ഇപ്പോൾ കുറേ പേര് കമൻറ്റ്, അത് ഞാൻ പിന്നെ പറയാം, അത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പവർ ടീമിനെ മാറ്റി പവർ ടീം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ജാൻമണിക്ക് ഇഷ്ടം എന്താണ്? ടണൽ ടീം മതി. മറ്റേ ഈ നെക്സ്റ്റ് വേണ്ട. കാര്യം നെക്സ്റ്റ് ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ട, നമുക്ക് ടണൽ ടീം എടുക്കാം, ഡെന്ന് വേണ്ട. ഓക്കെ. അപ്പോൾ സിബിൻ പറയുന്നത് അങ്ങനെ പറ്റത്തില്ല ചേച്ചി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നല്ല പെർഫോമൻസ് ആണ്, നമ്മുടെ കൂടെ സഹായിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ടണലിൽ ഡെന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവരെ നമുക്ക് ഇതിൽ കൊണ്ടുവരണം നോമിനേഷനിൽ. അത്രേ ഉള്ളൂ. അപ്പോൾ പൂജ ചേച്ചി ഒരു കാര്യമുണ്ട്, ടണൽ ടീമിൽ 3 പേര് നോമിനേറ്റഡ് ആണ്. അവർ ഓൾറെഡി ഔട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അവിടെ വേക്കൻസി ഉണ്ട്. ജാസ്മിൻ വേറെ വല്ലവരെയും എടുത്ത് പണി പാളിയെ തീർന്ന്. ഓക്കെ ശരി. അപ്പോൾ ഒരു കാര്യം, നോറയുണ്ട്, എനിക്ക് ഇഷ്ടമല്ല അത്. നോഴ നെക്സ്റ്റ് ടീമിൽ എനിക്ക് ഇഷ്ടമല്ല ചേച്ചി. എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്യും ചേച്ചി, ഒരു കുഴപ്പമില്ല. സിബിൻ ചേച്ചി ഞാൻ കാല് പിടിക്കാം ചേച്ചി, നമുക്ക് ജയിക്കാം, നമുക്ക് ഭാവി വി വിൽ ഫൈറ്റ് ചേച്ചി. നമ്മൾ നല്ലൊരു ടീമിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിക്കും, നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് സിബിൻ വരെയാണ്. ഓക്കെ, നമ്മൾ തീരുമാനിച്ചത് നെസ്റ്റിനെയാണ്. നെക്സ്റ്റ് ടീം അന്തം വിട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഡെന്നിനെ എന്തുകൊണ്ട് എടുക്കാത്തതെന്ന് വെച്ചാൽ അതിനകത്ത് ഒരാളുടെ പ്രവൃത്തി അപ്പം ഗബ്രിയുടെ മുഖം അങ്ങ് മാറി. എന്തായാലും ഇത് ഏറിയെന്നറിയാം. അതിനകത്ത് ഒരാളുടെ പ്രവൃത്തി ഒട്ടുമേ ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ, അതിനകത്തുള്ള ഒരാളുടെ പ്രവൃത്തി ഭയങ്കര മോശമായ പ്രവൃത്തിയായിരുന്നു. അയാൾ ഡയറക്റ്റ് എവിക്ഷനിലേക്ക് പോകണം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അയാൾ ഡയറക്റ്റ് എവിക്ഷനിൽ പോയി തിരിച്ചു വരണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉടനെ ഗബ്രി, നോമിനേഷൻ പറയാൻ പാടില്ല, ഭയങ്കര തെറ്റാണ്, പ്ലീസ് റൂൾ ബ്രേക്ക്, നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നോമിനേഷൻ ഒന്നും അല്ല പറഞ്ഞത്, നമ്മൾ അയാളുടെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പറയും. ഇപ്പം ഗബ്രി പണി പാളി, അടുത്ത ആഴ്ച എനിക്ക് കിട്ടും കൂട്ടത്തോടെ എവിക്ഷൻ. അപ്പം എന്തുകൊണ്ടും നമ്മൾ ഡെന്നിനെ അങ്ങ് കളയാണ്. ഇനി അടുത്തത് ടണൽ ടീമിനെ എടുക്കാത്തത്. ടണൽ ടീമിൽ ഓൾറെഡി 3 പേര് നോമിനേറ്റഡ് ആണ്. 2 പേര് ഔട്ടായി കഴിഞ്ഞാൽ നമുക്കൊരു സാധ്യത, വളരെ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേറൊരാൾ വരും. പിന്നെ ഏറ്റവും സാധ്യത കുറവായിട്ട് നമ്മൾ കാണുന്നത് സായിയുടെ ടീമാണ്. അതുകൊണ്ടാണ് നെസ്റ്റിനെ എടുത്തത്. ഓക്കെ ശരി. അപ്പം ജാൻമണി, എനിക്ക് വിഷമമുണ്ട്. ഇനി എന്നാലും നമ്മൾ ഈ ടാസ്ക് ജയിച്ചില്ലെങ്കിൽ ടോട്ടൽ ഞാൻ പിന്നെ മിണ്ടറ്റില്ല, ഞാൻ ഷട്ട് ചെയ്യും ഔട്ട്. ഞാൻ മിണ്ടറ്റില്ല. അങ്ങനെ ആദ്യത്തെ റൗണ്ട് വരെയാണ്. ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ആവേശം എന്ന് പറഞ്ഞ റൗണ്ടാണ്. ആ റൗണ്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ബ്രെഡ് തൂക്കിയിട്ടേക്കും, അത് കാലി വെച്ച് ഇങ്ങനെ കൊളുത്ത് വെച്ച് പിടിച്ചിട്ട് ബ്രെഡ് കഴിക്കണം. ഒരു രക്ഷയില്ല. സായി പൊളിച്ചടുക്കി. ഋഷി ആദ്യത്തെ ബ്രെഡ് താഴെ പോയി, സായി 1 തിന്നു, പക്ഷെ സായി 2 തിന്നു, സായി 3 തിന്നു. ഋഷിയുടെ ഒരു ബ്രെഡ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, ഋഷി 2ാമത്തെ ബ്രെഡ് കംപ്ലീറ്റ് ചെയ്തു, സായി 4ാമത്തെ ബ്രെഡ് എത്തി. അങ്ങനെ സായി 5, അങ്ങനെ 6 ബ്രെഡുകൾ തിന്ന് സായി സൂപ്പറായിട്ട് കളിച്ച് സായി ജയിച്ചു. അത് കഴിഞ്ഞ ശേഷം ജാൻമണി, വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഋഷി, അത് കുഴപ്പമില്ല, പേടിക്കണ്ട, നമുക്ക് അടുത്തെടുക്കാം. അപ്പോൾ സായി ഇപ്പുറത്തിരുന്ന്, എനിക്ക് ബ്രെഡ് ഇഷ്ടമാണ്,
അപ്പോൾ അത് കഴിഞ്ഞ് ഋഷി കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ശ്രീരേഖ പറഞ്ഞാൽ സായിക്ക് ബ്രെഡ് ഇഷ്ടമാണ്, അതാണ് സംഭവം. അത് കഴിഞ്ഞ് ചലഞ്ച് റൗണ്ട് 2 വരെയാണ്. ഇതിനകത്ത് ഞാനും മേൽ കളി എന്ന് പറഞ്ഞ ടാസ്ക്കാണ്. അത് ജസ്റ്റ് നല്ല പാടുള്ള ടാസ്ക്കാണ്. പ്രോപ്പർട്ടി ഹോൾഡറിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് ഹോൾഡറിൽ ഗ്ലാസ് എടുത്ത് വെച്ച് ആ ജ്യൂസ് ഇത് വെച്ച് ഇങ്ങനെ കറക്കി വായിലൊഴിച്ച് കുടിക്കണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിന് ട്രിക്ക് കിട്ടിയത് സിബിനാണ്. സിബിനും നോറയുമാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആദ്യം സിബിൻ ഒന്ന് കുടിച്ചു, കുറച്ചൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ കുറച്ച് പോയാലും 7 ഗ്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നോറ 1 ഗ്ലാസ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൻ തന്നെയാണ് ഇതിനകത്ത് കണ്ണു അടച്ച് പറയാൻ പറ്റുന്നത്. സിബിൻ 1 കുടിച്ചു, സിബിൻ 2 കുടിച്ചു, നോറയ്ക്ക് കിട്ടുന്നില്ല. പിന്നെ നോറ ശ്രമിക്കുന്നില്ല, നോറ ചമ്മി അവിടെ നിൽക്കുക ചെയ്യണത്. അതോ ഇനി ആരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നതാണോ? സിബിൻ 2 കഴിച്ചു, സിബിൻ 3 കഴിച്ചു, സിബിൻ 4 കുടിച്ചു, സിബിൻ 5 കുടിച്ചു. അപ്പോൾ നോറ തീർന്ന്, ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഫുള്ളായിട്ട് തീർത്തു, ഓടിപ്പോയി ബാക്കിയുള്ളവരൊക്കെ ജ്യൂസ് കുടിക്കുന്നുണ്ട്. 7 ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. നോറയ്ക്ക് മിണ്ടാട്ടമില്ല, തീർന്ന്. മിണ്ടാട്ടം കഴിഞ്ഞിരിക്കുകയാണ് നോറ, മിണ്ടാട്ടം തീർന്നിരിക്കുകയാണ്. അപ്പം നോറ നല്ല വിഷമം ഉണ്ടല്ലേ നന്ദന? ആ വിഷമം ഉണ്ടാകുമ്പോൾ കാര്യം നമ്മൾ ന്യൂട്രലാക്കിയില്ലേ, പിന്നെ ഞാൻ കാരണം കുറ്റാരം കണ്ടുപിടിക്കാനും പറ്റിയില്ല. ഞാൻ ജിൻഡോനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ ഒരു കുറ്റവും കണ്ടുപിടിക്കാനും പറ്റിയില്ല. 7 എണ്ണം കുടിക്കുകയും ചെയ്തു, ഒന്നും പറയാനും പറ്റുന്നില്ല. ആ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമമുണ്ട്. അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ പണിഷ്മെൻ്റാണ്. ടണൽ റൂമിൻ്റെ ഗ്ലാസ്സിലെ ബ്ലോക്കുകളൊക്കെ എണ്ണാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ്റെ ഉറക്കത്തിൻ്റെ പണിഷ്മെൻറ്റ്. ജാസ്മിൻ അവിടെ പോയി എണ്ണയാണ്. അയാളടുത്തൊന്ന് മിണ്ടായിരിക്കാൻ പറയുമോ സിബിൻ? ആഹാരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് സിബിൻ. അവിടെ നിന്ന് മിണ്ടായിരിക്കാൻ പറ്റും, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിവിടെ ഇളപെടും, എനിക്ക് പറ്റത്തില്ല എന്ന് എണ്ണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 750 എണ്ണമൊക്കെ എണ്ണിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. 756 എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ഉമ്മ ഗബ്രിയുടെ വക ജാസ്മിന് കിട്ടും. ഉമ്മ തന്നെ അല്ലേ എനിക്ക് അറിയത്തില്ല, കിട്ടുന്നുണ്ട്. എന്തായിരുന്നാലും സിബിനും പൂജയും ശരണ്യയും അബിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ശ്രീതു നമ്മുടെ കൂടെയല്ല, ഉറപ്പിച്ചോ? ശ്രീതു ജാസ്മിൻ്റെ കൂടെയാണ്. അൻസിബയും ചേച്ചിയും ശ്രീരേഖ ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ അവസാനത്തെ ചലഞ്ച് പവർ കിക്ക്. ഓരോ ടീമിലെയും ഓരോ വ്യക്തികളാണ് വരേണ്ടത്. ഋഷിയും സായിയും വരെയാണ്. ഒരു ചെറിയ ഫുട്ബോൾ കോർട്ട്, ഒരു ടേബിളിൻ്റെ അത്ര, അതിനകത്തിരുന്ന് കാലുകൊണ്ട് കിക്ക് ചെയ്യണം. ഒരു ഫുട്ബോൾ മാച്ച് പോലെ തന്നെയാണ്. സൂപ്പർ മത്സരത്തെ കടത്തി വെട്ടി, ഓരോരുത്തരും കടത്തി വെട്ടി ഗോളുകൾ പറ 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 ഋഷിയുടെ കാലിൽ വീണു. 11-5 എന്ന രീതിയിൽ ഋഷി സൂപ്പറായിട്ട് കളിച്ചു, സായി നന്നായിട്ട് കളിച്ചു. പക്ഷെ എന്നാലും ഇടയ്ക്ക് നമ്മുടെ സിബിൻ കമൻട്രി ആയിരുന്നു, അതിൻ്റെ ക്യാപ്റ്റനായിട്ട് റെഫറി ആയിട്ട് നിന്ന ക്യാപ്റ്റനാണ്. സോ സിബിൻ അവിടെ കമൻട്രി പറഞ്ഞപ്പോൾ ഭയങ്കര പക്ഷഭേദമായിട്ട് പറഞ്ഞു. അത് സ്വന്തം ടീമായതുകൊണ്ടാണ്. അപ്പോൾ ബിഗ് ബോസ് മാറ്റിച്ച് റസ്മിനെ ആക്കി. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. അങ്ങനെ അത് പവർ ടീമിന് തന്നെ പവർ നിലനിർത്താൻ പറ്റി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ചാടിയപ്പോൾ ഋഷി നമുക്ക് തന്നെ, നമ്മൾ താൻ പാതി ദൈവം പാതി. ചേച്ചി പ്രാർത്ഥിച്ചല്ലോ, ജാൻമണി ചേച്ചി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജാസ്മിൻ, എനിക്ക് ആക്ച്വലി ആ പവർ റൂം എടുക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ഭരണമായിരുന്നല്ലോ, സൂപ്പർ ഭരണമായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സ്കീയുടെ ടാസ്ക് വരെയാണ്. നല്ല ടാസ്ക് ആയിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, നല്ല ചിയർഫുൾ ആയിട്ട്. ജിൻഡോയുടെ ടീം, ജാസ്മിൻ്റെ ടീമിൽ കൂടുതൽ പെൺകുട്ടികളായിരുന്നു, ജിൻഡോയുടെ ടീമിൽ കൂടുതൽ ആൺകുട്ടികളായിരുന്നു. അങ്ങനെ നോറ അവസാനം കാണിച്ച ഒരു മണ്ടത്തരം കാരണം, അതായത് ഇറ്റ്സ് കീ ടൈം ഒന്ന് പറയാതെ ഓടിപ്പോയത് കാരണം ജിൻഡോയുടെ ടീം വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ജിൻഡോയുടെ പ്രത്യേകിച്ച് നല്ല സമ്മാനമാണ്, വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ശ്രീതു അർജുൻ്റെയും കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തോ അപ്പോൾ ഒളിച്ച് കളിക്കുന്നു, കോംബോ, പക്ക കോംബോ ഗെയിം, അത്രേ ഉള്ളൂ. ഒളിച്ച് കളിക്കുന്നു, ഞാൻ അടിക്കുന്നേൻ. നീ എന്താ ബൈ പറഞ്ഞില്ലേ? അങ്ങോട്ട് പോകുന്നു, ഒളിച്ച് വെക്കുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, തപ്പുന്നു, എടുക്കുന്നു, ഇടിക്കുന്നു. അപ്പോൾ ഈ 10-20 ദിവസം കഴിയുമ്പോൾ ഓൾറെഡി കോംബോ ഹിറ്റായെന്ന് അറിഞ്ഞല്ലോ പുറത്ത്. അപ്പോൾ അത് ശക്തമാക്കുകയാണ്. വൈൽഡ് കാർഡ് വഴി അറിഞ്ഞു 2 കോംബോയേ ഉള്ളൂ, ഒന്ന് ജബ്രി കോംബോയും ഒന്ന് ശ്രീജുൻ കോംബോയും. അപ്പോൾ ഇവരെ ശക്തിപ്പെടുത്തുകയാണ്. വൈൽഡ് കാർഡുകൾ വന്ന ശേഷമാണ് ഇത് കൂടുതൽ കാണാൻ തുടങ്ങിയത്. അതുവരെ ഇല്ലായിരുന്നു, പേടിയായിരുന്നു, ഉണ്ടോ ഇല്ലേ. അപ്പോൾ ഇത് ശക്തിപ്പെടുത്തുകയാണ്. അപ്പം ശ്രീജുൻ കോംബോ ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കണ്ട് ആസ്വദിക്കാം. എനിക്കിതിനകത്തൊരു ഗെയിമും തോന്നിയിട്ടില്ല. എനിക്കിതിനകത്തൊരു കോംബോ ഗെയിം മാത്രമേ തോന്നുന്നുള്ളൂ. അവർ ഓടിക്കളിക്കുന്നു, തട്ടിക്കളിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. എൻ്റെ പൊന്നോ, ഇന്ന് BB+ൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 40 മിനിറ്റ് ഞാൻ എപ്പോൾ പറഞ്ഞു തീർക്കും? ഓട്ടിച്ച് പറഞ്ഞു തീർക്കാം. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് നടന്നത്, ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങൾ ആരാവുന്നതാണ്. ജാസ്മിൻ പറയാണ് ജിൻഡോക്കാക്കയാവും. ഒരു മണ്ടനെ പോലെ, ഒരു പാവയെ പോലെ ഈ സിബിനൊക്കെ ഇയാളെ പാവയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സായി പറഞ്ഞു ഗബ്രിയെ പോലെ ആവണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോറ ജിൻഡോനെ പോലെ ആവണം, ഇത്രയും നാണം കെട്ടവൻ വേറെ ഇല്ല എന്നാണ് പറയുന്നത്. ശ്രീതു നോറെ പോലെ ആവണം, വളരെ മെമ്മറി ഉള്ള ആളാണ്. ജിൻഡോ പറയാണ് എല്ലാരെ പോലെ ആകാൻ കഴിയില്ല, പക്ഷെ നോറ എൻ്റെ പൊന്നോ, ആനയെ ചക്കയാക്കും, ചക്കയെ മാങ്ങയാക്കും. അതിലാണ് ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് മോർണിംഗ് ആക്ടിവിറ്റി പോയത്. അത് കഴിഞ്ഞിട്ട് സിബിനും ഋഷിയും ജിൻഡോയും സംസാരിക്കണം. അപ്പോൾ സിബിൻ പറയാണ് നോറേനെ കൊണ്ടുവരണം, അതേപോലെ തന്നെ ശ്രീധുവിനെയും ക്യാപ്റ്റൻസിയിൽ കൊണ്ടുവരണം, ഗബ്രി ഒരിക്കലും വരാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് ബാഗ് ഇഷ്യൂ. ജിൻഡോ ബാഗ് തുറന്നിട്ട്
കട്ടിൻ്റെ മുകളിൽ വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബാഗിൽ അഴുക്കുണ്ട്. അപ്പോൾ അത് തുടച്ചിട്ട് വെക്കണം കട്ടിൻ്റെ മുകളിൽ. ആരുടെ കട്ടിൻ്റെ മുകളിലാണെങ്കിലും ഈ താഴെ ഇരിക്കുന്ന ബാഗ് മുകളിൽ വെക്കുമ്പോൾ നീ തുടച്ചിട്ട് വെക്കണം. അപ്പം ജാസ്മിൻ, ഓ എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, നിങ്ങളുടെ വൃത്തി എവിടെ പോയി? അപ്പം നോറ, നിങ്ങൾക്ക് നാണമില്ല ഇതിവിടെ കൊണ്ട് വെക്കാൻ? നിങ്ങൾക്ക് നാണം, നിങ്ങളൊരു ക്യാപ്റ്റനാണ്, ഈ ബാഗ് എടുത്ത് ഇവിടെ വെക്കുന്ന നാണം ഉണ്ടോ? എനിക്കിവിടെ കിടക്കണം, എൻ്റെ കട്ടിലാണത്. അപ്പൊ ജിൻഡോ, ഞാനിവിടെ കിടന്നോട്ട്, ഞാൻ ക്യാപ്റ്റൻ അല്ലേ, ഞാൻ ഇവിടെ കിടക്കും. ഇത്രയും വൃത്തി. അപ്പൊ ജാസ്മിൻ, അയ്യോ ഇപ്പൊ എവിടെ പോയി മോന്റെ വൃത്തി? പോയോ? എന്ത് പറ്റി? മടക്കി വെക്കണ്ടേ? ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടാ മതിയോ? അയ്യോ. അപ്പൊ ജിൻഡോ, ബിഗ് ബോസ് വിളിച്ച് ഞാൻ പോയി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഡ്രസ്സൊക്കെ കഴുകിയ ഡ്രസ്സുകളാണ്. അയ്യോ അങ്ങനെയാണോ? ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ ബാത്റൂമിൽ വെക്കുന്ന കുപ്പിയൊക്കെ എന്തിനാ മോനെ ഇവിടെ വെച്ചേക്കുന്നത്? ഇത് മോശമല്ലേ? ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. അയ്യോടാ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നോറ, ആ പവർ റൂമിൽ പോയി ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ ജാസ്മിൻ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടും പ്രശ്നപരിഹാരം പവർ റൂമിൽ, അത്രേ ഉള്ളൂ. അപ്പൊ നോറ, എന്നെ അവർ ടാർഗറ്റ് ചെയ്യാണ്, എന്നെ ഇയാൾ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യാണ്, അതുകൊണ്ടാണ് എന്റെ കട്ടിൽ ഇത് കൊണ്ട് വെച്ചത്, അത്രേ ഉള്ളൂ. അയ്യോ ഞാൻ ഇവിടെ കിടന്നോട്ടെ, നീ ഇവിടെ കിടന്നോ, എനിക്ക് ഇവിടെ കിടക്കണം, എനിക്ക് കൊതുകടി കൊണ്ട് കിടക്കാൻ വയ്യ, അതൊന്നും പറയാൻ പറ്റൂല. അത് കഴിഞ്ഞ് എനിക്ക് പറയാം, നിങ്ങൾ മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്യാണ്, ഇവിടെ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യാണ്. ആര് ടാർഗറ്റ് ചെയ്ത്, എപ്പോൾ ടാർഗറ്റ് ചെയ്ത്? അപ്പം സിബിൻ വന്നിട്ട്, ദേ ഇവിടെ കിടക്കാൻ പറ്റൂല, അവളുടെ കട്ടിലാണ്, നിങ്ങൾ മിണ്ടാതെ ഇങ്ങോട്ട് വാ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ സിബിൻ അവിടെ ഇരിക്കുകയാണ്. ഓ ഇതെന്തൊരു ശല്യമാണോ എന്തോ ഇത്. അപ്പോൾ ജാസ്മിൻ, എന്ത് ശല്യം? അല്ല ഒന്നുമില്ല, അയ്യോ ഒന്നും പറയുന്നില്ലേ, എനിക്കൊക്കെ നിങ്ങളോടൊക്കെ ഉണ്ടല്ലോ പുച്ഛാണ്, പുച്ഛം. ജാസ്മിൻ, അയ്യോ എൻ്റെ പുച്ഛം എനിക്ക് അവാർഡാണ്, അവാർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ജിൻഡോ പവർ റൂമിൽ പോകുന്നുണ്ട്. എൻ്റെ പെട്ടി ഉണ്ടല്ലോ ഞാൻ അവിടെ എടുത്ത് വെച്ചു. ആണോ ജിൻഡോ? അവിടെയുള്ള എല്ലാവരും മുടിയനൊക്കെ ഉണ്ട്, ഋഷിയൊക്കെ ഉണ്ട്. അപ്പം നോറ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ ഈ നോറയോട് പറഞ്ഞു, നോറ അവിടെ ഇരുന്നോളെ, ഞാൻ പാവമല്ലേ എന്ന് പറഞ്ഞ് ജിൻഡോ സുഖമായിട്ട് അവിടെ നിന്ന് ഇസ്കി കേട്ടാ. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അഭിഷേകിനെ പിടിച്ചിരുത്തിയിട്ട്, അഭിഷേകെ ഒരു കാര്യം പറയാം, ഞാൻ കണ്ടതിൽ ഏറ്റവും മനുഷ്യത്വമില്ലാത്ത, വൃത്തികെട്ട മനുഷ്യത്വമില്ലാത്ത ഒരാളാണ്, നല്ല ഗെയിമറാണ് സിബിൻ കേട്ടോ. പല കാര്യങ്ങളും ഇത്രയും വൃത്തികെട്ട മനുഷ്യത്വമില്ലാത്ത ഒരാളാണ് ഈ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി. വൈൽഡ് കാർഡുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ആളാണ് ഇയാൾ. എനിക്ക് ഇയാളെ ഭയങ്കര വെറുപ്പാണ്. ഇയാൾ മോസ്റ്റ് കണ്ണിങ് ആയിട്ടുള്ള ആളാണ്. ഇയാൾ വളരെ ക്രൂവലായിട്ടുള്ള ആളാണ്. ഇയാൾ പല രീതിയിലും നിനക്ക് ഞാൻ മണക്കുന്നുണ്ടോ? എത്ര വൃത്തികെട്ടവളെന്നാണ് എന്നെ വിളിച്ചത്. എനിക്ക് കൊള്ളൂലേ, ഞാനൊരു മനുഷ്യനാണ്, കൊള്ളത്തില്ലേ? ഇത്ര മാത്രം വൃത്തിയില്ലെന്നൊക്കെ പറഞ്ഞ് എന്ത് മോശമായിട്ടാണ് എന്നെ ഇതാക്കണത്. ടണൽ ടീമിനെ എടുക്കുന്നു, ഇയാൾ എന്നെ ടാർഗറ്റ് ചെയ്യാണ്. ഇയാൾ ഗബ്രീനെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ഇയാൾ എന്നെ ടാർഗറ്റ് ചെയ്യാണ്. ഞാൻ മണക്കുന്നുണ്ടോ? ഇല്ല ചേച്ചി മണക്കുന്നേ ഇല്ല. അങ്ങനെയാണ്. അപ്പൊ ഒരാൾക്ക് എന്ത് തോന്നിവാസം കാണിച്ചാലും ക്ലാപ്പ് ചെയ്യും ജിൻഡോനെ. എന്തിന്? ജിൻഡോ അവസാനം ഇവിടുന്ന് പുറത്താവും, ഒരു മണ്ടനായിട്ട് ജിൻഡോനെ പുറത്താക്കും. അതാണ് ഇയാളുടെ പ്ലാൻ. അപ്പം മനസ്സിലായില്ലേ? അപ്പം ഉടനെ സിബിൻ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും വൃത്തികെട്ട, അപ്പം സിബിൻ അവിടെ നിന്ന് കണ്ട് മനസ്സിലായേ, വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ല സിബിൻ ചേട്ടൻ സംസാരിക്കട്ടെ. അല്ല ഞാൻ നിന്നോട് സംസാരിക്കുകയാണ് അബി, സിബിൻ്റെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇത്ര മാത്രം വൃത്തിയില്ലാത്തവളെ എന്ന് പറയുമ്പം എന്തുമാത്രം മോശമായിട്ട് എനിക്ക് തോന്നും, നീ പറ അബി. അപ്പോൾ സിബിൻ, എൻ്റെ അടുത്ത് ക്ലാരിഫിക്കേഷൻ വരണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം, അല്ലാതെ വല്ലവരുടെ അടുത്തും അല്ല വരേണ്ടത് കേട്ടോ. എനിക്ക് ആരോടും ക്ലാരിഫിക്കേഷൻ ഇല്ല, എനിക്ക് താല്പര്യമില്ല. അപ്പം കാലിങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനും താല്പര്യമില്ല. അല്ല, എനിക്ക് ജാസ്മിനെ കുറിച്ച് പറയാനുള്ളത്, ഇവള് ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഇവൾ പറയുന്ന കാട് കയറി പറയുന്നതിൽ ഒരുപാട് തെറ്റുകളും ഉണ്ടാവും. അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ മിസ്റ്റേക്കുകളാണ് ഉള്ളത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ജാസ്മിൻ എന്ത് തെറ്റ് ചെയ്താലും ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതാണ് ജാസ്മിൻ്റെ പ്രശ്നം. പക്ഷേ ജിൻഡോ അങ്ങനെയല്ല. നമ്മൾ അയാളെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയുണ്ട്. ജിൻഡോ എടുത്ത് ഞാൻ തെറിച്ച് നിന്നാൽ ജിൻഡോ അക്സെപ്റ്റ് ചെയ്യില്ല, ജിൻഡോനെ കൂടെ കൊണ്ടുപോകാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണ്, പറഞ്ഞാലും ജാസ്മിൻ മനസ്സിലാക്കത്തില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ജിൻഡോ ഓൾറെഡി പ്രോസസ്ഡ് മൈൻഡാണ്, ജാസ്മിൻ പ്രോസസ്ഡ് അല്ല. ജാസ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരുന്നു, ഷീ ഈസ് വെരി കണ്ണിങ് അബി. അവൾ മനഃപൂർവ്വം നിന്നെ ഇവിടെ പിടിച്ചിരുത്തി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്, അത് നീ മനസ്സിലാക്കണം. അതങ്ങ് ചീറ്റിപ്പോയേ. അത് കഴിഞ്ഞ് നേരെ ഗബ്രിയുടെ അടുത്തേക്കും, അതായത് ഗബ്രി നീ നിനക്കറിയാമോ ഗബ്രി, ഞാൻ എന്നെ വൃത്തിയില്ലാത്തവളെന്നാണ് എന്നെ പറഞ്ഞേക്കുന്നത്, വൃത്തിയില്ലാത്തവളെന്ന്. അത് നീ അവിടെ പോയി ഇരിക്കുന്ന എന്തിനാണ്? നീ എന്തിനാണ് ഗബ്രിക്ക് ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് എന്ത് വിഷമിക്കുന്ന അറിയാമോ? എന്നെ വൃത്തിയില്ലാത്തവളെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് വിഷമാവും? നീ അവിടെ നിന്ന് ഇറങ്ങി പോകണം വൃത്തിയില്ലാത്തവളെന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ നിന്നോട് മിണ്ടുന്നില്ല, നിന്നോടൊന്നും സംസാരിക്കുന്നില്ല. ഗബ്രി, ഞാൻ തകർന്നു പോകും ഗബ്രി, ഞാനൊരു മനുഷ്യനാണ്. എടാ, കുറച്ചുകൂടെയൊക്കെ നീ മനസ്സിലാക്കി നിൽക്കണം. നിന്റെ ഇതിലേക്ക് പ്രഷർ കൂട്ടുന്നുണ്ടെങ്കിൽ നീ ആ പ്രഷർ മനസ്സിലാക്കി നിൽക്കണം, അത്രേ ഉള്ളൂ. ഞാൻ വീണ് പോകും ഗബ്രി,
ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ജിൻഡോനെയൊക്കെ എന്തൊക്കെ സഹായിച്ചിട്ടുണ്ട്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ജിൻഡോനെയൊക്കെ സഹായിക്കാൻ പോകാൻ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയാൾ പറയണം അയാൾക്ക് ജിൻഡോനെയും അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പം എടി ഒന്നും മിണ്ടായിരിക്കും. ഓൾറെഡി നോമിനേഷൻ അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കുറച്ച് സ്ട്രോങ് പ്ലേയേഴ്സിനെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ സിബിൻ കളിക്കുന്ന കളി നിനക്ക് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല ഗബ്രി. പക്ഷെ എനിക്ക് പേടിയാണ് ഗബ്രി, എനിക്ക് വയ്യ. അങ്ങനെ വയ്യെങ്കിൽ നീ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. വൃത്തികെട്ടവൾ എന്നെ വിളിക്കുകയാണ്. നീ എന്തിനു വിഷമിക്കാൻ പോണത്? നമ്മളത് റിയാക്ട് ചെയ്യാതെന്ന് അറിയുമ്പോഴത്തേക്കും അവർ പൊക്കോളും, അത്രേ ഉള്ളൂ. ഗബ്രി എനിക്ക് വിഷമം വരുന്നുണ്ട് ഗബ്രി, ഒരു മനുഷ്യത്വം വേണ്ടേ ഗബ്രി? ഒന്നും മിണ്ടാതെ നിൽക്കണം. നീ എന്തിനു മിണ്ടാൻ പോകുന്നത്? നീ വിഷമം കാണിക്കാൻ പോകുന്നതിന് ഒന്ന് പതുക്കെ പറ ആദ്യം. ഗബ്രി ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് എൻ്റെ വിഷമം കൊണ്ട്, അത്രേ ഉള്ളൂ. നീ എൻ്റെ കൈ ഒന്ന് പിടിക്ക്. പിടിച്ച്. ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ട് പിടിക്കാതെ, നീ ഒന്ന് പിടിക്ക്, നേരെ പിടിക്കുക. ആൾക്കാർ കാണും, ആൾക്കറിയാണെന്ന് വിചാരിക്കും. ദേ നിന്നെക്കാട്ടിയും വീക്കാണ് ഞാൻ. ഞാൻ അതിനെ എങ്ങനെയോ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ വേറെ കാര്യം, അതായത് നിന്റെ നീ എന്നെ എന്തൊക്കെ പറയണമെന്ന് അറിയാമോ? ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് അവരോടൊക്കെ പോയി മിണ്ടുന്നത്. കഷ്ടപ്പെട്ടാ പോയി മിണ്ടുന്നത്. അതായത് എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, അത് നീ മനസ്സിലാക്കണം കേട്ടാ. പിന്നെ ഒരു കാര്യം, നിന്റെ അടുത്ത് എത്ര നേരമായി ഇതൊക്കെ പറയുന്നു? നീ എത്ര നേരം ഇതും കൊണ്ട് നടക്കുന്നത്? ഞാൻ ഒരുപാട് നേരമായിട്ട് നടക്കുന്നു. നിന്നെ നോക്കി നടന്ന് എന്നെ കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ? ഇല്ല, നീ അവിടെ ഇല്ലായിരുന്നു. നിന്നെ റൂമിലൊക്കെ നോക്കി. നീ പിന്നെ നിന്റെ ടീമിന്റെ കൂടെ ആണല്ലോ, നിന്നെ ഇനി കിട്ടത്തില്ലല്ലോ. ഞാൻ എൻ്റെ ടീമിന്റെ കാര്യം നോക്കാൻ പോയി. നീ എന്തിന് ഇത് വെച്ചോണ്ടിരിക്കുന്നത്? നീ മാത്രം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ജാസ്മിനെ. സമ്മതിച്ചാൽ എനിക്ക് പറ്റത്തില്ല, ഇനി നടക്കൂല. ഞാനും കളിക്കും. അപ്പം വാശിയാണല്ലേ? നിന്റെ വാശി നിന്റെ കൈ ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ. നിനക്ക് വർക്കൗട്ട് നിനക്ക് മനസ്സിലാവില്ല. ഈ കാര്യങ്ങളൊക്കെ നീ അക്സെപ്റ്റ് ചെയ്ത് നീ മുന്നോട്ട് പോകണം. അതാണ് വിജയം. അല്ലാണ്ട് ഇങ്ങനെ ഇത് വെച്ചോണ്ടിരിക്കുകയല്ല. ഞാൻ ഞെട്ടിപ്പോയി കേട്ടാ. സിബിന് പൂജ അഭിഷേകം സംസാരിക്കുകയാണ്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ടാലന്റ് വേറെ, ക്യാരക്ടർ വേറെ. അവൻ്റെ ടാലന്റ് ഉണ്ട്, പക്ഷെ ക്യാരക്ടർ ഇല്ല. ഇപ്പോൾ അവൻ്റെ ചേച്ചി അളിയനും ഫോൺ ചെയ്തു. അവരുടെ മുഖത്തുണ്ട് മോനെ നീ മാറ്റിപ്പിടിയെന്ന്. അത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവന് മാനസികമായിട്ട് മാറാൻ പറ്റുന്നില്ല. 3 ദിവസം അവൻ പുറകെ മാറി നിന്നു. പക്ഷെ ഇതാ ഇപ്പോൾ പിന്നെയും വന്നു. ഇപ്പൊ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ ഇറങ്ങിപ്പോയി. അവൻ്റെ അത് കാണാനുണ്ട്. ഗബ്രി ഈസ് എ പ്ലെയർ. പക്ഷെ ജാസ്മിൻ അവൾ പുറത്തു പോകണം. സിബിൻ പറയാണ് അവൾ പുറത്ത് പോയേ പറ്റൂ. അവിടെ ഈ കളിയുടെ ക്വാളിറ്റി കളയാണ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ശ്രീരേഖയുടെ ഒരു പെർഫോമൻസ് കാണിക്കുന്നു. ലക്ഷറി ഷോപ്പിംഗ് നടത്തുന്നു. ശ്രീതു അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ച് കളിക്കുന്നു. നന്ദനയ്ക്ക് പ്രാങ്ക് നടത്തി നന്ദനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നു. BB+ അവസാനിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.